കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് തക്കാളിച്ചാറ്. നമുക്ക് തക്കാളിച്ചാറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 4 ചെറിയ തക്കാളി, 1 സവാള, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം വലിയ തക്കാളി ആണെങ്കിൽ 3 മതിയാകും. എൻ്റെ ചെറുതായതുകൊണ്ട് ഞാനിവിടെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി ചൂടാകാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, സവാള, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാകത്തിന് മഞ്ഞൾപ്പൊടി, പാകത്തിന് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മല്ലിപ്പൊടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അതിനുശേഷം നമ്മളൊരു അരപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ തേങ്ങയും പച്ചമുളകും മാത്രമേ അരച്ചിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി അരപ്പിൽ ചേർത്തിട്ടില്ല, കാരണം ചട്ടിയിൽ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, വെള്ളം കൂടിപ്പോയി. ഞാൻ അരച്ച വെള്ളവും പിന്നെ ഒഴിച്ച വെള്ളവും കൂടിപ്പോയി, അരപ്പ് കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് വെള്ളത്തിൽ കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. നമ്മൾ ഇട്ട ഉപ്പ് പാകത്തിനല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ഇതിലായിട്ട് ചേർക്കാം. അതിനുശേഷം നമ്മളൊരു ഒരു നമുക്ക് വറ പൊട്ടിക്കാനായിട്ട് നമ്മൾ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കടുക് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ കടുക് എണ്ണയിലിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും പിന്നെ ചെറിയ ഉള്ളി 3-4 ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കുക.